Good morning, all. Good morning. Morning. Good morning. Good morning, miss. നമ്മൾ കുറച്ച് നാളായി കണ്ടിട്ടല്ലേ? Morning. ഗുഡ് മോർണിംഗ്. ഒരു ക്ലാസ് കഴിഞ്ഞ് പിന്നെ കാണാൻ കിട്ടിയില്ല. എന്തെങ്കിലൊക്കെ Yes, ma'am. ക്ലാസ്സുകളൊക്കെ മിസ് ചെയ്തു. ഞാൻ എടുത്ത കാര്യങ്ങളൊക്കെ മറന്നുപോയോ? ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ നമ്മളൊരു പേജ് കവർ ചെയ്തായിരുന്നു. അതൊക്കെ മറന്നുപോയോ? വായിച്ചു നോക്കിയായിരുന്നോ? ക്ലാസ്സിൽ എടുത്തൊക്കെ Oh, madam. ഓക്കെ. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമ്മൾ കുറച്ച് എടുത്തുള്ളൂ കഴിഞ്ഞ ക്ലാസ്സിൽ. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഇല്ല, മാം. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. നമ്മള് ഫസ്റ്റ് അല്ലെ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിലെ ഫസ്റ്റ് ഒരു ഭാഗം മാത്രമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിച്ചുള്ളൂ. ഇനി നമുക്ക് അപ്പോ ആ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ജസ്റ്റ് ആ ഒരു കുറെ മോഡൽസുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലെ. 3-4 മോഡൽസുകളെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. അതില് രണ്ട് മോഡൽ കവർ ചെയ്തേ ഉള്ളൂ. സ്റ്റാർട്ടിങ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ സ്ലോയിലാണ് പോയത്. എല്ലാവരെയൊക്കെ പരിചയപ്പെട്ട് പിന്നെയാണെങ്കിൽ നമുക്ക് ക്ലാസ്സും കിട്ടിയില്ല. എന്തായാലും ഞാൻ കുറച്ച് പോർഷൻ എടുക്കാനുള്ള എന്റെ ബാക്കായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം വേസ്റ്റ് ആക്കാതെ നമുക്ക് പുതിയ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഇനി മോഡലിലെ നെക്സ്റ്റ് കാറ്റഗറി നോക്കാം, ദ ഗസ്റ്റ് മോഡൽ. അപ്പൊ ആ ഒരു HRM ഇതിനെ കുറിച്ചിട്ട് നോക്കുകയാണെങ്കിൽ വിവിധ ചിന്തകന്മാര് വ്യത്യസ്ത അഭിപ്രായങ്ങളായിരിക്കും അവരെ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ബിഹേവിയർ അല്ലെ, അവിടെ ആ ഒരു കൺസെപ്റ്റ്, അതായത് നമുക്കറിയാം ഏതൊരു സ്ഥാപനമാണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിന് അവിടെയുള്ള തൊഴിലാളികളുടെ ക്ഷേമം അല്ലെ, അവര് നന്നായിട്ട് ആക്റ്റീവായിട്ട് അല്ലെ നല്ല എഫിഷ്യന്റ് ആയിട്ടൊക്കെ പ്രവർത്തിച്ചാൽ മാത്രമാണ് ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ചിന്താഗതിക്കാരെ വ്യത്യസ്ത ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു മോഡലുകൾ അവതരിപ്പിക്കുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ദ ഗസ്റ്റ് മോഡലിൽ എന്താ പറയണെന്ന് നോക്കാം. ദിസ് മോഡൽ വാസ് ഡെവലപ്ഡ് ബൈ ഡേവിഡ് ഗസ്റ്റ് ഇൻ 1997. This model emphasizes on the assumption that the HR manager has specific strategies to begin with, which demand certain practices and when executed will result in outcomes. അതായത് ഇതില് ഡേവിഡ് ഗസ്റ്റ് ആണ്, അദ്ദേഹമാണ് അല്ലെ അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഡേവിഡ് എന്നുള്ള ആ ഒരു പ്രത്യേക വ്യക്തിയാണ്. അദ്ദേഹം 1997 അത് വികസിപ്പിച്ചു കൊണ്ടുവരിക്കുന്നത്. ഈ ഒരു മോഡലിൽ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു ഹ്യൂമന്റെ എഫേർട്ട് അത് കാര്യക്ഷമമാക്കണമല്ലേ. അപ്പൊ നമ്മൾ എന്താണ് അദ്ദേഹത്തിന്റെ അസംഷനില് HR മാനേജർ എന്ന് പറയുമ്പോൾ അവര് എങ്ങനെയാണ് അത് ബിഗിൻസ് വിത്ത്, അതായത് ആ സ്ട്രാറ്റജീസ് എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് എടുത്ത് പറയുകയാണ്. സർട്ടൻ പ്രാക്ടീസസ് ആൻഡ് വെൻ എക്സിക്യൂട്ടഡ് വിൽ റിസൾട്ട് ഇൻ ഔട്ട്കംസ്. അതായത് അവര് ഇങ്ങനെ എന്തെങ്കിലും സ്ട്രാറ്റജീസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ, അതായത് തന്ത്രങ്ങളൊക്കെ മെനഞ്ഞെടുത്ത് കൊണ്ടുവരുമ്പോൾ അവിടെ ഹ്യൂമന്റെ എഫേർട്ടിന് പ്രാധാന്യം കൊടുക്കണം അല്ലെ. അവരുടെ ഒരു എക്സ്പീരിയൻസ്, അവരുടെ അനുഭവങ്ങൾ അതിലും കൂടി കണക്കിലെടുത്തിട്ട് വേണം സ്ട്രാറ്റജീസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട്. അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അല്ലെ അവിടെയുള്ള ഹ്യൂമനെ കുറിച്ചിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള അനുഭവജ്ഞാനം അവർക്ക് ഉണ്ടാവണം അല്ലെ. അങ്ങനെ അതായത് നമുക്കറിയാം ഒരു ഫേം അല്ലെ, ആ ഒരു ഫേം റിസൾട്ടുകൾ അവിടെയുള്ള എംപ്ലോയീസ് നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആ സ്ഥാപനത്തിൽ നിന്ന് അതിനുള്ള ഒരു പ്രചോദനം അവർക്ക് ഉണ്ടാവണം. വേണ്ടി വരുമോ? ഈ മോഡലുകൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെ ഒരു ഡെഫിനിഷൻ പോലെ തരുന്നത് കൊണ്ട് തന്നെ അത് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും മനസ്സിലാക്കുക. അതായത് അവർക്ക് ഒരു തൃപ്തി വേണം അല്ലെ, അവിടെയുള്ള എംപ്ലോയീസിനെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആക്കണം. അവിടെയുള്ള എംപ്ലോയീസിനെ സാറ്റിസ്ഫൈഡ് ആക്കി കഴിഞ്ഞാൽ എന്താ പ്രത്യേകത, അവര് നല്ല ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവും. അപ്പൊ എന്താണ് റിസൾട്ട് ഉണ്ടാവുക, അവിടെ ഔട്ട്കംസും നല്ല ബെറ്റർ റിസൾട്ട് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അത് തന്നെയാണ് അവിടെ പറയുന്നത്, വെൻ എക്സിക്യൂട്ടഡ് വിൽ റിസൾട്ട് ഇൻ ഔട്ട്കംസ്.
These outcomes include behavioral, performance related and financial rewards. അപ്പൊ അവരെ സംതൃപ്തിപ്പെടുത്തി കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസിനെ അവിടെ സാറ്റിസ്ഫൈഡ് ആക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് ചില റിവാർഡ്സുകൾ അല്ലെ അംഗീകാരങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും മോണിറ്ററി റിവാർഡ്സോ അല്ലെങ്കിൽ നോൺ മോണിറ്ററി ആയിട്ടുള്ള റിവാർഡ്സുകളൊക്കെ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. വേണ്ടി വരില്ലേ? ഒരു നിശ്ചിത സാലറി മാത്രം കൊടുത്തുകൊണ്ട് അവരെ വർക്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയാണെങ്കിൽ അവരുടെ വർക്ക് ചെയ്യും അല്ലെ. അതിനപ്പുറം മാക്സിമം എഫേർട്ട് എടുത്തിട്ട് വർക്ക് ചെയ്യാനായിട്ട് അവർ തയ്യാറാവില്ല. മാക്സിമം എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യണമെങ്കിൽ എന്താണ് അവർക്ക് വേറെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെ, അവരെ പ്രചോദിപ്പിക്കാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും ഈ പറഞ്ഞ മാത്രമേ ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിവാർഡ്സുകളോ അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിവാർഡ്സുകളോ അതെല്ലാം റിലേറ്റ് ചെയ്ത് അവർക്ക് ലഭ്യമാക്കുകയാണെങ്കിൽ എന്താണ് അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യും. ഉണ്ടാവില്ലേ? ഇംപ്രൂവ് ചെയ്യില്ലേ? ഓക്കെ ആണോ? നിങ്ങൾ മെസ്സേജ് അയക്കാട്ടോ. എന്നാലാണ് നാം പഠിക്കുന്നത് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ റെസ്പോണ്ട് ചെയ്ത് പോവുക. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയാ, ക്ലാസ് മുന്നോട്ട് പോകണമെങ്കിൽ ഒന്നിച്ച് അല്ലെ എന്തെങ്കിലുമൊക്കെ മെസ്സേജുകൾ അല്ലെങ്കിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. വൺസ് മോർ അല്ലെ ഒന്നുകൂടി അത് പറഞ്ഞു തരണമെങ്കിൽ വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കാം. അപ്പൊ നിങ്ങൾ കൂടി അല്ലെ അപ്പൊ എന്താണ് ഒന്നിച്ച് നിന്ന് പോകാനായിട്ട് ശ്രമിക്കും. അപ്പൊ ഗസ്റ്റ് മോഡലില് ഡേവിഡിന്റെ അല്ലെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് പ്രധാനമായിട്ടും പറയുന്നത് HR മാനേജർ എന്തെങ്കിലും ഇങ്ങനെ സ്ട്രാറ്റജീസ് ഒക്കെ അല്ലെ അവര് പുതിയ പുതിയ തന്ത്രങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസിനെ അല്ലെ അവിടെയുള്ള തൊഴിലാളികളെ അവരെ കൺസിഡർ ചെയ്ത് അല്ലെ അവരുടെ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് അവർക്കുള്ള എക്സ്പീരിയൻസും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് ഔട്ട്കംസ് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ്സുകളോ അല്ലെങ്കിൽ നോൺ മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റ്സുകളൊക്കെ റിവാർഡുകളൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ അവർ ഇത്തരത്തിലുള്ള തന്ത്രങ്ങളൊക്കെ സ്ട്രാറ്റജീസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അപ്പൊ തീർച്ചയായിട്ടും നല്ല ബെറ്റർ റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? ഗസ്റ്റ് മോഡൽ ഓക്കെ ആണോ? ഓക്കെ, കണ്ടിന്യൂ ചെയ്യാലോ. നെക്സ്റ്റ് നോക്കാം ബാവിക് മോഡൽ. ബാവിക് മോഡലിൽ എന്താ പറയുന്നത്? അത് വേറൊരു അല്ലെ വേറൊരു കൂട്ടരുടെ ആശയമാണ്. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ the Warwick HRM model was constructed by the researchers Sir Henry and Andrew M. Pettigrew at the University of Warwick in the early 1990s. അതായത് നേരത്തെ അല്ലെ ഒരു 1990s എന്താണ് ഇവരുടെ നേതൃത്വത്തിൽ അല്ലെ അത്തരത്തിലുള്ള ഗവേഷകരുടെ നേതൃത്വത്തിൽ HR മോഡല് വാർവിക് മോഡല് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അവര് വികസിപ്പിച്ചെടുക്കുന്നത് എന്താണ് ഇതിന്റെ അടിസ്ഥാനത്തിലാന്ന് നോക്കാം. ഡെവലപ്പ് ഫ്രം ദ ഹാർവിക് മോഡൽ ദിസ് HRM ഫ്രെയിംവർക്ക് റെപ്രസെന്റ്സ് ആൻ അനലിറ്റിക്കൽ അപ്രോച്ച് ടു HRM. എന്താണ് അനലിറ്റിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്? അനലിറ്റിക്കൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ആ ഒരു സമീപനം എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഫേം ആണെങ്കിലും അവിടെ ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടും കുറെ ഘടകങ്ങൾ ഉണ്ടാവില്ലേ? അതായത് പല കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. ഒരു സ്ഥാപനം മുന്നോട്ട് പോകണമെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ സംതൃപ്തിപ്പെടുത്തണം അല്ലെ. എന്തെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കണം. ഇന്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഘടകങ്ങൾ ഉണ്ടെങ്കിൽ ആന്തരിക വശങ്ങളും ബാഹ്യവശങ്ങളും അല്ലെ അത് പൊരുത്തപ്പെട്ട് പോകണം. തീർച്ചയായിട്ടും നമുക്കറിയാം എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് മാർക്കറ്റിങ്ങിനൊക്കെ നല്ല അല്ലെ ഒരു പ്രൊഡക്ഷൻ ആയി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണെങ്കിൽ മാർക്കറ്റിൽ നല്ല വിപണനം കിട്ടണം. വേണ്ടി വരില്ലേ? വേണ്ടി വരുമോ? വേണ്ടി വരും അല്ലെ. അത് മാത്രമായിട്ട് നമുക്കറിയാം ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ മെസ്സേജ് അയച്ചു തുടങ്ങി. ഓക്കെ, ഇങ്ങനെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഞാൻ ഇപ്പോ സ്ക്രീനിൽ ഇത് വരുമ്പോൾ നമുക്ക് എന്താ പറയുക എല്ലാവരെയും സംഭവിക്കുന്നത് പോലും കാണാനായിട്ട് സാധിക്കില്ല. കാരണം ഞങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള ഒരു ഷീറ്റാണ് വരുന്നത്. പിന്നെ ജസ്റ്റ് നിങ്ങൾ തരുന്ന മെസ്സേജസ് മാത്രമാണ് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പൊ മെസ്സേജസ് അയക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ഓക്കെയാണ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോ നമ്മൾ പറഞ്ഞു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് നമ്മൾ കേന്ദ്രീകരിക്കണം, ഗവൺമെന്റിന്റേതായിട്ടുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിക്കണം. ഞാൻ സ്ഥാപനം നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ എന്തെങ്കിലും പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു പോകണം. എന്തെങ്കിലും അല്ലെ ഏതെങ്കിലുമൊക്കെ ആക്ടുകൾ ഉണ്ട് അല്ലെ ഇത്രയും മെമ്പർഷിപ്പ് ഒക്കെ ഉള്ള ഒരു സ്ഥാപനമാണെങ്കിൽ
ചില ആക്ടിന്റെ ഒക്കെ കീഴിൽ വരികയാണെങ്കിൽ ആ ആക്ട് പറയുന്ന അനുസരിച്ചിട്ട് തന്നെ മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഒത്തിരി എന്താണ് എക്സ്റ്റേണൽ ഘടകങ്ങളുണ്ട് ഉണ്ടല്ലോ അല്ലേ? ഓക്കെ അല്ലേ? അതേമാതിരി തന്നെ ഇന്റേണൽ ഘടകങ്ങളുണ്ട്, അതായത് ഇന്റേണൽ ഫാക്ടേഴ്സ് അല്ലെ. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിയെടുക്കുക, അവിടെയുള്ള എംപ്ലോയീസ് അല്ലെ, അവിടെയുള്ള വർക്കേഴ്സിന് നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം, അവർക്ക് നല്ല മോട്ടിവേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ എന്താണ് അവർക്ക് അല്ലെ പങ്കാളിത്തം ഇൻവോൾവ്മെന്റ് ഉറപ്പാക്കണം. അങ്ങനെ പല അല്ലെ നല്ല കാര്യങ്ങളെല്ലാം അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ കൊടുത്താൽ അല്ലെ, അതൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊടുത്താൽ അല്ലെങ്കിൽ അതൊക്കെ വികസിപ്പിച്ചു കൊടുത്താലാണ് എന്താണ് അവിടെയുള്ള വർക്ക് നല്ല മാക്സിമം റിസൾട്ടോട് കൂടിയിട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ ഇന്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്ത് നല്ല രീതിയിലുള്ള അല്ലെ നല്ല രീതിയിലുള്ള സ്ട്രാറ്റജീസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുത്താൽ വികസിപ്പിച്ചെടുത്താലും എക്സ്റ്റേണൽ ആയിട്ടുള്ള ബാഹ്യ ഘടകങ്ങൾ ബാഹ്യ സ്രോതസ്സുകൾ അല്ലെങ്കിൽ ആന്തരിക സ്രോതസ്സുമായി ബന്ധപ്പെട്ട ഘടകങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ സ്ട്രാറ്റജി അല്ലെ നല്ല രീതിയിലുള്ള നടപടിക്രമങ്ങളിലൂടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തെടുത്താൽ മാത്രമാണ് ഈ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ബാർവിക് മോഡലിന്റെ അഭിപ്രായത്തിൽ പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ അനലിറ്റിക്കൽ അപ്രോച്ച് എന്താന്ന് മനസ്സിലായോ? ഓക്കെ, അത് ഓരോ മോഡലുകളിലും നമ്മൾക്ക് ടൈം ഗ്യാപ്പ് കിട്ടും എന്തായാലും ഒന്നുകൂടി അല്ലെ. നമ്മളിപ്പോ ജസ്റ്റ് 2 മോഡൽ ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്തത് എൻഡിലിംഗിലേക്ക് എത്തില്ല, കാരണം ഫസ്റ്റ് 2 മോഡൽ വീണ്ടും ഡിസ്ക്രൈബ് ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഒന്നും കൂടി ഡിസ്ക്രൈബ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് ടൈമിൽ നോക്കാം. ഓക്കെ ഓക്കെ, ഓരോരുത്തരും HRM ക്വസ്റ്റ്യൻസ്, അതായത് HR എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുകൾ അവര് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതായത് അവതരിപ്പിക്കുന്നതാണ്. വ്യത്യസ്ത കൺസെപ്റ്റുകളിൽ കൂടെ തന്നെ ഇത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും ടൈം ഉണ്ടാവും. എനിക്ക് എല്ലാവരും ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് കവർ ചെയ്തില്ലെങ്കിൽ നമുക്കൊരു ഇതാണല്ലോ, അതുകൊണ്ടാണ് നമുക്ക് എന്തായാലും സമയം ഉണ്ടാവും. പക്ഷെ ഇത് കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്ത് പോവാം. നമ്മൾ എടുക്കുന്ന ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്നുകൂടിയൊക്കെ ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, ഇപ്പോ ഈ 2 മോഡൽ ഓക്കെയാണോ? ഇതൊന്നും കൂടി ഡിസ്ക്രൈബ് ചെയ്യേണ്ടതുണ്ടോ? എന്താണ് ഗസ്റ്റ് മോഡലിൽ എന്താണ് വിവരിച്ചെന്നുള്ളത് ഓക്കെയാണോ? ഗസ്റ്റ് മോഡല് ബാർവിക് മോഡല് ഓക്കെയാണോ? ക്ലിയർ ആണോ? അതൊന്നും കൂടി പറയേണ്ടതുണ്ടോ? ഒന്നുകൂടി നോക്കാം. ഗസ്റ്റ് മോഡല് എന്താണ്? ഗസ്റ്റ് 2 മോഡലിലും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. അതായത് ഗസ്റ്റ് മോഡലില് എടുത്ത് പറയുന്നത് എന്താന്ന് വെച്ചാൽ ജീവനക്കാരെ അവിടെയുള്ള എംപ്ലോയീസിനെ സാറ്റിസ്ഫൈഡ് ചെയ്താൽ അവിടെയുള്ള എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്ട്രാറ്റജീസ് അല്ലെ തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാനെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സ് നല്ല ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് റിസൾട്ട് നല്ല ബെറ്റർ ആയിട്ട് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഗസ്റ്റ് മോഡലിൽ എടുത്ത് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമുക്കറിയാം അവർക്ക് എന്തെങ്കിലും റിവാർഡ്സ് അല്ലെ, കുറച്ച് കൂടുതൽ സമയം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും അല്ലെ റിവാർഡ്സ് പാരിതോഷികങ്ങളൊക്കെ കൊടുക്കണം, ഇൻസെന്റീവ്സോ അല്ലെങ്കിൽ സാലറി കൂട്ടിക്കിട്ടുന്ന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അവർക്ക് ഒരു ലീഡർഷിപ്പ് പവറോ അല്ലെങ്കിൽ മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ, അങ്ങനെ പല രീതിയിൽ അവർക്ക് അല്ലെ ഒരു മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റ്സുകളും കൊടുക്കാം, അല്ലാതെ നോൺ മോണിറ്ററി ആയിട്ടുള്ള റിവാർഡ്സുകളൊക്കെ കൊടുത്ത് അവരെ അല്ലെ മോട്ടിവേറ്റ് ചെയ്യാം. അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവര് മാക്സിമം എഫോർട്ടോട് കൂടിയിട്ട് വർക്ക് ചെയ്ത് റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ, അതാണ് ഗസ്റ്റ് മോഡലിൽ എടുത്ത് പറയുന്നത്. ബാർവിക് മോഡലിൽ എന്താണ് എടുത്ത് പറയുന്നത്? ബാർവിക് മോഡലിൽ പറയുന്നത് അനലിറ്റിക്കൽ അപ്രോച്ച് ആണ്. എന്താണ് അനലിറ്റിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്? അനലിറ്റിക്കൽ അപ്രോച്ചിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഇന്റേണൽ ഫാക്ടേഴ്സും അല്ലെ. ഒരു ഫേം ആണെങ്കിൽ അതിന്റെ ആ ഫേമുമായി ഡിപ്പെൻഡ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഇന്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെയുള്ള വർക്കേഴ്സ് അല്ലെ അവിടെയുള്ള എംപ്ലോയീസിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അന്തരീക്ഷം, അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന പലതരത്തിലുള്ള കാര്യങ്ങളും അല്ലെ, അതെല്ലാം തന്നെ ഇന്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിൽ ഉൾപ്പെടും. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ബാഹ്യമായിട്ടുള്ള ഘടകങ്ങൾ, അത് നമ്മൾ നേരത്തെ കണ്ടു. പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം, ലീഗലായിട്ടുള്ള എന്തെങ്കിലും നിയമ നടപടികൾ ഉണ്ടാവാം, ഇൻ കേസ് മാർക്കറ്റുമായി വിപണനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടാവാം. അപ്പൊ എക്സ്റ്റേണൽ അല്ലെ അത് പുറത്തുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അതെല്ലാം തൃപ്തികരമായിട്ട് തന്നെ അതെല്ലാം പരിശോധിച്ച്
ഓക്കെ, അതിന് ഇന്ന കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്താൽ ഇന്ന ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഈ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ഫില്ലപ്പ് ചെയ്ത് പോകാനായിട്ട്, അതെല്ലാം നമുക്ക് കൈകാര്യം ചെയ്ത് പോകാനായിട്ട് സാധിക്കും എന്നുള്ള മനോഭാവത്തോടു കൂടി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ എന്താണ് അവിടെ ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സുകളെ അനലൈസ് ചെയ്ത് വിലയിരുത്തി അതിനനുസരിച്ചിട്ടുള്ള സ്ട്രാറ്റജീസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ നല്ല റിസൾട്ടുകൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, രണ്ട് മോഡൽ ഓക്കെ ആയോ? ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, എന്താണ് നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരില്ലായിരിക്കും കേട്ടോ. അപ്പൊ എന്താ പറയാ, പഠിപ്പിച്ച് നമുക്ക് ഓർത്തെടുത്ത് പോകാനായിട്ടുള്ള ഒരു സാവകാശം കിട്ടും. ഇത് ഭയങ്കര ഒരു ഗ്യാപ്പായി പോയി, ഇനി എങ്ങനെ ഉണ്ടാവില്ലായിരിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് HR. എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് HR എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ലക്ഷ്യങ്ങൾ അല്ലെ. അതുമായി ബന്ധപ്പെട്ട HRMന്റേതായിട്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് നമുക്ക് നോക്കാം. ടു ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ ടു അറ്റൈൻ ഇറ്റ്സ് ഗോൾസ് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യന്റ്ലി ബൈ പ്രൊവൈഡിങ് കോമ്പിറ്റന്റ് ആൻഡ് മോട്ടിവേറ്റഡ് എംപ്ലോയീസ്. അതായത് നമുക്ക് എപ്പോഴും അല്ലെ, എപ്പോഴും കാര്യക്ഷമമായ അല്ലെ ഫലപ്രദമായിട്ടുള്ള റിസൾട്ട് എന്താണ് ഏതൊരു സ്ഥാപനത്തിൽ നിന്ന് നേടിയെടുക്കണം അല്ലെ. അത് സ്ഥാപനത്തിൽ നിന്ന് നേടിയെടുക്കുകയാണെങ്കിലാണ് ആ സ്ഥാപനം ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ എത്താനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സും അത് തന്നെയാണ്. എന്താണ്? അറ്റൈൻ ഇറ്റ്സ് ഗോൾ എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യന്റ്ലി ബൈ പ്രൊവൈഡിങ് കോമ്പിറ്റന്റ് ആൻഡ് മോട്ടിവേറ്റഡ് എംപ്ലോയീസ് അല്ലെ. അവിടെയുള്ള വർക്കേഴ്സിനെ കൊണ്ട് നല്ല മോട്ടിവേഷൻ ഒക്കെ കൊടുത്ത്, അല്ലെങ്കിൽ മത്സര ബുദ്ധിയോ ഏത് അല്ലെ വെല്ലുവിളികൾ വന്നാൽ, ഏത് ചലഞ്ചസ് വന്നാലും അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു പവർ അവരിലേക്ക് കൊടുത്തുകൊണ്ട് തന്നെ എഫിഷ്യന്റ് ആയിട്ട് അല്ലെ, ഒരു കാര്യക്ഷമമായിട്ട് ഫലപ്രദമായിട്ടുള്ള റിസൾട്ട് നേടിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക അല്ലെ. HRM ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു മെയിൻ ആയിട്ടുള്ള ഘടകമാണ് എന്താണ്, അവിടെയുള്ള എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യുക അല്ലെ. അവിടെയുള്ള എംപ്ലോയീസിനെ സജ്ജമാക്കുക. എന്തിനു വേണ്ടിയിട്ട്? നല്ല എഫിഷ്യന്റ്ലി അല്ലെങ്കിൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രേരക ഘടകം അല്ലെ, പ്രേരിപ്പിക്കുക. അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനുള്ള ഒരു മോട്ടിവേഷൻ പവർ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ യൂട്ടിലൈസ്. ഓക്കെ അല്ലേ? ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്താണെന്ന് ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഫസ്റ്റ് ഒബ്ജക്റ്റീവ് അവർക്ക് അറ്റൈൻ ചെയ്തെടുക്കുക, നേടിയെടുക്കുക. എന്താണ്? ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള അല്ലെ നല്ല ഫലപ്രദമായിട്ടുള്ള ഒരു അന്തരീക്ഷം അത് ആർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക? അവിടെയുള്ള എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അത് ആരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്? HRM ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ HRM മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്? ടു യൂട്ടിലൈസ് ദ അവൈലബിൾ ഹ്യൂമൻ റിസോഴ്സ് എഫക്റ്റീവ്ലി. അതായത് നമ്മുടെ നിലവിലുള്ള ഹ്യൂമൻ റിസോഴ്സ് അല്ലെ, അവൈലബിൾ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ്, അതായത് ലഭ്യമായ വിഭവശേഷി എത്രത്തോളം എംപ്ലോയീസ് അവിടെയുണ്ടോ അത്രത്തോളം എംപ്ലോയീസിനെ പരമാവധി അല്ലെ നല്ല ഫലപ്രാപ്തിയോട് കൂടിയിട്ട് ഉപയോഗപ്രദമാക്കുക അല്ലെ. നിലവിലുള്ള എംപ്ലോയീസ് അവരെ കാര്യക്ഷമമായിട്ടും അല്ലെ അവരെ തൊഴിൽ എടുപ്പിക്കുകയാണെങ്കിലാണ് എന്താണ് ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഫേമിന്റെ റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ നല്ല ഫലപ്രദമായ രീതിയിൽ തന്നെ ആ ഹ്യൂമൻ റിസോഴ്സസ് ഉപയോഗപ്രദമാക്കുക, യൂട്ടിലൈസ് ചെയ്യുക അല്ലെ. യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് പറയുന്നത് യൂട്ടിലൈസ് ദ ഹ്യൂമൻ അല്ലെങ്കിൽ അവൈലബിൾ ഹ്യൂമൻ റിസോഴ്സസ് എഫക്റ്റീവ്ലി. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പ്രൊവൈഡ് ഓർഗനൈസേഷൻ വിത്ത് വെൽ ട്രെയിൻഡ് ആൻഡ് വെൽ മോട്ടിവേറ്റഡ് എംപ്ലോയീസ്. നമുക്കറിയാം അവിടെ ആ ഒരു ഹ്യൂമനെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ പല കാര്യങ്ങളുണ്ട് അല്ലെ. അവർക്ക് കുറച്ച് സാലറി കൊടുത്ത് അല്ലെങ്കിൽ അവരെ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ എപ്പോഴും സാറ്റിസ്ഫൈഡ് ആവണമെന്നില്ല. അവര് എന്താ പറയുന്നത്, വളരെ കെയർലെസ് ഒക്കെ ആയിട്ട് എങ്ങനെയെങ്കിലൊക്കെ തൊഴിൽ തീർത്തു പോകണം, അങ്ങനെ ഒരു മനോഭാവത്തോടു കൂടിയായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. പക്ഷെ അവരെ കുറച്ചും കൂടി നല്ല കാര്യക്ഷമമായിട്ട് പ്രവർത്തിപ്പിക്കണമെങ്കിൽ എന്താണ്, അവർക്ക് എന്താണ് എന്തെങ്കിലും മോട്ടിവേഷൻ കൊടുക്കണം അല്ലെ, എന്തെങ്കിലും പ്രേരക ഘടകങ്ങളൊക്കെ കൊടുക്കണം. അല്ലെങ്കിൽ കൂടുതൽ വർക്ക് ചെയ്താൽ ഞങ്ങൾക്ക് ഇതിനെ ഇൻസെന്റീവ്സ് നേടിയെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു ടീമിന്റെ മാനേജിങ് അല്ലെ ഒരു പ്രഥമ സ്ഥാനത്തേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു മോട്ടിവേഷൻ അവർക്ക് ഒരു പ്രേരണ ഘടകങ്ങൾ അത് ഉണ്ടാക്കി കൊടുക്കാം. അതോടൊപ്പം തന്നെ നല്ല ട്രെയിനിങ് കൊടുക്കുക അല്ലെ. ചിലപ്പോഴൊക്കെ നമുക്കറിയാം ഒരു കമ്പനിയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഇൻ കേസ് ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലും
ഡിഫറെന്റ് ആയിട്ടുള്ള ലെവലുകളിലുള്ള വർക്കേഴ്സ് ഉണ്ട് അല്ലെ. അവിടെ നഴ്സുമാര് വർക്ക് ചെയ്യുന്നുണ്ട്, വ്യത്യസ്ത ആൾക്കാർ വർക്ക് ചെയ്യുന്നില്ലേ? ഉണ്ടോ? ഹോസ്പിറ്റലിൽ ഒരു വ്യത്യസ്ത ലെവലിലുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നില്ലേ? ഓക്കെ, അപ്പൊ ഓരോരുത്തർക്കും ചിലപ്പോ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മെഷീനൊക്കെ അപ്ലൈ ചെയ്യാം അല്ലെ, കൊണ്ടുവന്നതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യാതെ വെക്കാം. ചിലപ്പോ നമുക്കറിയാം അല്ലെ, അവിടെ നേരത്തെ കൂട്ടിയുള്ള എല്ലാ വർക്കേഴ്സിനും ചിലപ്പോൾ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല. ചിലപ്പോൾ അവർക്കൊക്കെ ചില ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടി വരും അല്ലെ. അവർക്കൊക്കെ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യും. അതല്ലാത്ത പക്ഷം എന്താണ്, അവർക്ക് അറിവ് കിട്ടണമെന്നില്ല അല്ലെ, പുതിയ പുതിയ വശങ്ങളെ കുറിച്ചിട്ടുള്ള അറിവ് കിട്ടണമെന്നില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ആര് തന്നെയാണ്? ഈ HR മാനേജ്മെന്റ് അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് അത്തരത്തിലുള്ള ട്രെയിനിങ് കാര്യങ്ങളും അല്ലെങ്കിൽ ഇത്തരം നേരത്തെ പറഞ്ഞ മാത്രം മോട്ടിവേഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു പോകുന്നതും ഈ HR മാനേജ്മെന്റ് തന്നെയാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ 2-3 പോയിന്റ് കണ്ടു. ഒന്നാമതായിട്ട് നമ്മൾ കണ്ടത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുക അല്ലെ. അവിടെയുള്ള എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ എന്താണ് ഫലപ്രദമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ദെൻ എന്താണ്, നിലവിലുള്ള എംപ്ലോയീസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ അല്ലെ, ഉപയോഗപ്രദമാക്കാനായിട്ട് ശ്രമിക്കുന്നതും ഈ മാനേജ്മെന്റ് ആണ്. നെക്സ്റ്റ് പറയുമ്പോൾ ട്രെയിനിങ് പാക്കേജുകൾ അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഐഡിയാസ് ഒക്കെ അത് ഇംപ്ലിമെന്റ് ചെയ്ത് അത് നടപ്പാക്കി കൊണ്ടുവരേണ്ടതും HR മാനേജ്മെന്റ് ആണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടു ഇൻക്രീസ് ദ എംപ്ലോയീസ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. എന്താണ് അവിടെ എടുത്ത് പറയുന്നത്? ഇൻക്രീസ് എംപ്ലോയീസ് സാറ്റിസ്ഫാക്ഷൻ. എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്താണ് പറയുന്നത്? അവര് എപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അല്ലെ. ഒരു തീർച്ചയായിട്ടും എന്തെങ്കിലും ഇതുകൊണ്ട് അല്ലെ, ഇൻ കേസ് ഒരു ട്രെയിനിങ് കിട്ടിക്കഴിയുമ്പോൾ എന്താണ്, അവർക്ക് കോൺഫിഡൻസോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അവർക്ക് യഥാർത്ഥ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥ ബോധ്യം അല്ലെ, ഇതാണ് ഞാൻ ചെയ്യുന്നത്, അത് എനിക്കറിയാം അല്ലെ. ആ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് സംതൃപ്തിയോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും ആര് തന്നെയാണ്? HR മാനേജ്മെന്റിന്റെ ലെവലിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ടു ഇൻക്രീസ് എംപ്ലോയീസ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ, അത് അല്ലെ ഇൻക്രീസ്, അത് വർദ്ധിപ്പിച്ചു കൊടുക്കുക അല്ലെ. ചിലപ്പോ നമുക്കറിയാം ഡ്യൂട്ടി ചെയ്യാനായിട്ട് യോഗ്യരായവര് തന്നെയാണ്, പക്ഷെ അത് ഇൻക്രീസ് ചെയ്യുക, ആ ഒരു ഡ്യൂട്ടി ചെയ്യാനായിട്ടുള്ള കഴിവിനെ അത് കോൺഫിഡൻസ് ഉയർത്തിക്കൊണ്ട് തന്നെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു അവസരം സൃഷ്ടിക്കേണ്ടതും ഈ HR മാനേജ്മെന്റ് തന്നെയാണ്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ടു ഡെവലപ്പ് ആൻഡ് മെയിൻറ്റെയിൻ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. എന്താണ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്ന് പറയുന്നത്? ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഗുണമേന്മ അല്ലെ. ആ വർക്ക് എന്ന് പറയുന്നത് നല്ല മാക്സിമം ഗുണത്തോട് കൂടിയിട്ടുള്ള വർക്കായിരിക്കും അല്ലെ. നമ്മള് ചെറിയ ചെറിയ ഇതുകളെല്ലാം ഒരു ട്രെയിനിങ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് എന്താണ് പറയാ, ഒരു തരത്തില് വർക്ക് ചെയ്യുക എന്നുള്ള ഒരു ഇത് വരുമ്പോഴെന്താണ്, അവിടെ മാക്സിമം റിസൾട്ട് ആ കമ്പനിക്ക് നേടിക്കൊടുക്കാൻ ആ എംപ്ലോയിക്ക് സാധിക്കണമെന്നില്ല അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്, അവിടെ അതിനും പറ്റാത്ത രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി അല്ലെ, തൊഴിൽ ജീവിതത്തിലെ ഗുണനിലവാരം ഉയർത്തുന്ന തരത്തിലുള്ള ഒരു വർക്ക് അവർക്ക് വേണ്ടിയിട്ട്, ആ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് പങ്കുവെക്കാനായിട്ട് ശേഷി അല്ലെ, അതിനു വേണ്ടിയിട്ട് അവിടെയുള്ള തൊഴിലാളികളെ പ്രാപ്തരാക്കുന്നതിനും എന്താണ് നമ്മുടെ HR മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. ആ HR ഡിപ്പാർട്ട്മെന്റ് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറേഞ്ച് ചെയ്തു കൊടുക്കും അല്ലെ. തൊഴിൽ നിലവാരമുള്ള എന്താണ് ഉയർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വികസിപ്പിച്ചു കൊണ്ട്, ചിലപ്പോഴാണെങ്കിൽ നമുക്കറിയാം ചില വർക്കേഴ്സിനൊക്കെ ഡ്യൂട്ടികൾ അല്ലെ ഒന്ന് മാറ്റി കൊടുക്കും. എപ്പോഴും ഒരു ബോറടിക്കുന്ന തരത്തിലുള്ള ഡ്യൂട്ടികളൊക്കെ തന്നെ അല്ലെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാനായിട്ടുള്ള ഒരു അവസരം മാറ്റിയിട്ട് അവർ നല്ല ഏബിളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇച്ചിരി പ്രൊമോഷനൊക്കെ കൊടുക്കും. അപ്പൊ എന്താണ്, അവർക്ക് ഇതിലൂടെ സാറ്റിസ്ഫൈഡോട് കൂടിയിട്ട് അല്ലെ, നല്ല എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഗുണനിലവാരമുള്ള വർക്ക് അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആദ്യം എക്സ്പീരിയൻസ് ഒക്കെ സമ്പാദിക്കാനായിട്ടുള്ള അവസരം കൊടുക്കും. അതിനുശേഷം അവർക്ക് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഈ പ്രൊമോഷനൊക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പൊ തൃപ്തിയോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് അവർ ഏബിൾ ആയിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കമ്മ്യൂണിക്കേറ്റ് ഹ്യൂമൻ റിസോഴ്സ് പോളിസീസ് ടു ഓൾ എംപ്ലോയീസ്. അതായത് നമുക്കറിയാം അല്ലെ, എല്ലാവരുടെയും പോളിസികൾ എന്ന് പറയുമ്പോൾ നയങ്ങൾ അല്ലെ, HR-ന്റെ നയങ്ങളൊക്കെ ഇന്നതൊക്കെ നമ്മൾക്കറിയാം. ഒരു തൊഴിൽ സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ തൊഴിലുമായി ബന്ധപ്പെട്ട നയങ്ങളുണ്ടാവും അല്ലെ. ഇന്ന സമയത്ത് വരണം, ഇന്നതാണ് നമ്മൾ ചെയ്യുന്നതിന്റെ ഡ്യൂട്ടിയിലേക്ക് സാലറിയും കാര്യങ്ങള്, ഇന്ന അഡീഷണൽ വർക്കുകളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്ര ഇൻക്രിമെന്റ്സ് ഒക്കെ ഉണ്ട്,
അല്ലെ? അങ്ങനെ പല പല കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട നല്ല ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും എന്താണ് ഈ HR മാനേജ്മെന്റ്, അപ്പൊ ആ പോളിസികളെല്ലാം കൃത്യമായിട്ട് എല്ലാവരിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെയാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വൺ, ടു എൻകറേജ് ടു ദ fullest the employees job satisfaction and self actualization. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അല്ലെ, അവിടെയുള്ള തൊഴിലാളികളെ തൃപ്തിരാക്കുക, അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥ ബോധത്തോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം. അത് കുറച്ച് ചെറുതായിട്ട് മാത്രമല്ല, ഫുള്ളായിട്ട് അല്ലെ, മാക്സിമം അവർക്ക് അങ്ങനെയുള്ള ഒരു അവസരം അത് ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. അതായത് പൂർണ്ണമായിട്ടും അവരുടെ എഫേർട്ട് എടുത്തിട്ട് വർക്ക് ചെയ്യാനായിട്ട്, പൂർണ്ണമായിട്ടുള്ള അറിവോട് കൂടിയിട്ടാകുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് കോൺഫിഡൻസോട് കൂടിയിട്ടും സാറ്റിസ്ഫൈഡോട് കൂടിയിട്ടും അവിടെയുള്ള എംപ്ലോയീസിന് വർക്ക് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താണ് കമ്പനിയുടേതായ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ടും സാധിക്കും. അപ്പം അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടതും HR മാനേജ്മെന്റ് അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതെല്ലാം ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് HR മാനേജ്മെന്റ് ഓരോ സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുന്നത്. ഓരോ ലക്ഷ്യങ്ങളും ഒന്നൊന്നായിട്ട് തീർച്ചയായിട്ടും കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളതായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഒക്കെയാണോ ഒബ്ജക്റ്റീവ്സ്? ഒക്കെയാണോ? ഏതൊക്കെയും ഒബ്ജക്റ്റീവ്സ് ഒക്കെ ചിലപ്പോഴൊക്കെ ഇതൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണോ, HR മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ആണോ എന്നൊക്കെ ഉള്ള ഒരു ഇതില് കേസ് എന്താണ് ഓർഡർ വൺ ഔട്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ മനസ്സിലാക്കി വെക്കുക. HR മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെയുള്ള വർക്കേഴ്സിനെ കൊണ്ട് മാക്സിമം അഫോർഡോട് കൂടിയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പ്രാപ്തരാക്കുക അല്ലെ. അങ്ങനെ കമ്പനിയുടെ ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട എയിം. അതിനു വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അവരെ എന്താണ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഘടകങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പാക്കുന്നതെല്ലാം HR മാനേജ്മെന്റ് ആണ്. ഓക്കെ, ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് പ്രധാനമായിട്ടും ആ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത്. ഓക്കെ അല്ലേ? വീണ്ടും പറയേണ്ടതുണ്ടോ? സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. റിപ്പീറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് സവിശേഷതകൾ അല്ലെ, അതിന്റെ സ്വഭാവവും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം. എന്താണെന്നുള്ള ഒരു ഐഡിയ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ള വിങ്ങിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഹസ്ബൻഡ് പറയുന്നത് HR റിക്രൂട്ട്സ്. എന്താണ് HR റിക്രൂട്ട്സ് എന്ന് പറയുന്നത്? റിക്രൂട്ട്മെന്റ് നടത്തുക പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് HR റിക്രൂട്ട്സ് ഹയേഴ്സ് people to fill up the vacant position of the organization. ഓക്കെ, നമ്മൾ പറയുമ്പോൾ റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു സെന്റൻസിൽ അവസാനിക്കാൻ പറ്റുന്നതല്ല അല്ലെ. കാരണം നമുക്കറിയാം ഒരുപാട് ഘടകങ്ങളൊക്കെ വെച്ചിട്ടാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടത്തുന്നത്. തീർച്ചയായിട്ടും നമ്മൾക്കറിയാം ഏതൊരു സ്ഥാപനമാണെങ്കിലും അവിടെ വേക്കൻസികൾ വരും. ആ വേക്കൻസികൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട് അല്ലെ. മോസ്റ്റ്ലി ആ വേക്കൻസികൾ ഫില്ല് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം കറക്റ്റ് ആയിട്ടുള്ള വേക്കൻസി പൊസിഷനിൽ കറക്റ്റ് ആയിട്ടുള്ള പേഴ്സണെ തന്നെ നമുക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്ത് അല്ലെ, അതിനനുസരിച്ചുള്ള റിക്രൂട്ട്മെന്റും സെലക്ഷനും പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തി അവിടെ അപ്പോയിന്റ്മെന്റ് അവർക്ക് കൊടുക്കണം അല്ലെ. അപ്പൊ പ്രധാനമായിട്ടും ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് റിക്രൂട്ട്സ് ഓർ ഹയേഴ്സ് പീപ്പിൾ ടു ഫിൽ അപ്പ് ദ വേക്കന്റ് പൊസിഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഒരു നടപടിക്രമം നടത്തുന്നത് ആരാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് വിങ് ആയിരിക്കും ആ ഒരു നടപടിക്രമം നടത്തുന്നത്. ഓക്കെ, റിക്രൂട്ട് ഓർ ഹയർ അല്ലെ, ഫിൽ അപ്പ് ദ വേക്കന്റ് പൊസിഷൻ. റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു വേക്കന്റ് പൊസിഷൻ വരുമ്പോഴല്ലേ, ഒഴിവ് ഏതൊരു സ്ഥാപനത്തിലാണെങ്കിലും വേക്കൻസി അവിടെ തൊഴിലാളികളുടെ ഒഴിവ് വരുമ്പോൾ അത് ഫില്ലപ്പ് ചെയ്യുക എന്നുള്ളത് ആ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ് ഒക്കെ നടത്തുന്നത് HR
ഡിപ്പാർട്ട്മെന്റ് ആണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂസ്. ഓക്കെ, നമ്മളിപ്പോ റിക്രൂട്ട്മെന്റ് നടത്തി കുറെ അപേക്ഷകളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ എന്താണ്, അവിടെ ഒരുപാട് അപേക്ഷകൾ വരുമ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യണ്ടേ? വേണ്ടേ? ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടിക്കഴിയുമ്പോൾ സെലക്ഷൻ നടത്തേണ്ടതായിട്ട് വരും അല്ലെ? അപ്പൊ നമ്മൾ സെലക്ഷൻ നടത്താനായിട്ട് കമ്പനികൾ അവരുടേതായിട്ടുള്ള കുറെ കാര്യങ്ങൾ, അതിന്റെ മെത്തേഡുകളൊക്കെ സ്വീകരിക്കും. പലതരത്തിലുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തും. ഇൻ കേസ് ചിലരൊക്കെ നേരിട്ടുള്ള ഒരു ഇന്റർവ്യൂ കൂടി തന്നെ എന്താണ് അവർക്ക് പോസ്റ്റിംഗ് ഒക്കെ കൊടുക്കും അല്ലെ? ഓരോ വ്യത്യസ്ത കമ്പനികളൊക്കെ വ്യത്യസ്ത രീതിയിലായിരിക്കും അതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ നോക്കുക, HRM takes various tests and interviews to select people. ഇവിടെ ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട്, അതായത് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു വേക്കൻസിയിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ കണ്ടെത്താനായിട്ട് പലതരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ നടത്തും, അല്ലെങ്കിൽ ഇന്റർവ്യൂസുകളൊക്കെ നടത്തിയിട്ടാണ് അവരെ അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണെങ്കിൽ നെക്സ്റ്റ് എന്താണ്, ഇന്റർവ്യൂ പ്രോസസ് ആണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ടോപ്പ് മാനേജ്മെന്റ്. ഓക്കെ, നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ HRM ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ അവര് പ്രധാനമായിട്ടും എന്താണ്, എല്ലാം അവിടെയുള്ള എംപ്ലോയീസിന്റെ ഇടയിലുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് അന്വേഷിക്കും അല്ലെ? അതെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെ? അവിടുത്തെ മാനേജ്മെന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുന്നത്. അപ്പൊ അവിടെ എന്താണ്, കമ്മ്യൂണിക്കേറ്റ് വിത്ത് ടോപ്പ് മാനേജ്മെന്റ്, അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. HRM tries to communicate with the top management and helping to formulate strategies to achieve organizational goals. ഓർഗനൈസേഷന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ടോപ്പ് മാനേജ്മെന്റ് ആയിട്ട് നല്ല ആശയവിനിമയം നടത്തിയിട്ടാണ് പ്രധാനമായിട്ടുള്ള സ്ട്രാറ്റജീസ് അല്ലെ തന്ത്രപരമായിട്ടുള്ള നടപടികളെല്ലാം അവർ ഫോർമുലേറ്റ് ചെയ്ത് രൂപീകരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? കമ്പനിയുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ടോപ്പ് മാനേജ്മെന്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? റിക്രൂട്ട്മെന്റ്, ഇന്റർവ്യൂസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അറേഞ്ച് ട്രെയിനിങ്. ഓക്കെ, നമ്മളിപ്പോ സെലക്ട് ഒക്കെ ചെയ്ത് അല്ലെ, അവിടെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തി മാനേജ്മെന്റിനോട് ഡിസ്കഷൻ ഒക്കെ നടത്തിയിട്ട് ഓരോ കാര്യങ്ങൾ അവിടെ റിക്രൂട്ട്മെന്റും ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി അപ്പോയിന്റ്മെന്റ് നടത്തി കൊടുത്താൽ മാത്രം പോരാ. അവർക്ക് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി മാക്സിമം റിസൾട്ട് നേടിയെടുക്കാൻ മാക്സിമം ആയിട്ട് അവരെ വർക്ക് അല്ലെ, അവരെ അതിന് വേണ്ടിയിട്ട് എഫിഷ്യന്റ് ആക്കണം അല്ലെ? അങ്ങനെ ആക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ അത് നടപടിക്രമങ്ങളിലൂടെ തന്നെ അവർക്ക് ലഭ്യമാക്കണം അല്ലെ? HRM gives or arranges training programs to improve the skills of the employees. ചിലപ്പോൾ അക്കാദമിക് ക്വാളിഫിക്കേഷനോട് കൂടിയിട്ടുള്ള ഫ്രഷേഴ്സ് ഒക്കെ ആയിരിക്കും. അപ്പൊ അവരുടെ സ്കില്ല്, അവരുടെ കഴിവുകളൊക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, വികസിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ട്രെയിനിങ് പീരീഡ് ആവശ്യമാണ്. അപ്പൊ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നതും HR മാനേജ്മെന്റ് ആണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവാലുവേറ്റ് ദ പെർഫോമൻസ്. ഓക്കെ, ഇവാലുവേറ്റ് എന്ന് പറയുമ്പോൾ വിലയിരുത്തണം അല്ലെ? അവരുടെ പ്രകടനങ്ങൾ, അവിടെയുള്ള എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നതിന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, വിലയിരുത്തേണ്ടതുണ്ട്. HRM evaluate the performance of the employees and on this evaluation employees get promoted. Okay, evaluation process ഒക്കെ നമുക്കറിയാം. സ്റ്റാൻഡേർഡും ആക്ച്വൽ ഒക്കെ ഫിക്സ് ചെയ്തിട്ട് കമ്പയർ ഒക്കെ ചെയ്തിട്ട് ഓക്കെ ആണോന്നൊക്കെ അല്ലെ, അത് മസ്റ്റ് ആയിട്ടും സാറ്റിസ്ഫൈഡ് ആക്കിയിട്ടുണ്ടോ, അവര് ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അപ്പൊ അതിൽ ഒരുപാട് പ്രോസസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു പ്രോസസ് ഒക്കെ നടത്തുന്നതും HR മാനേജ്മെന്റ് ആണ് അല്ലെ? അവരുടെ ഓരോ എംപ്ലോയീസിന്റെയും ജോലി പ്രകടനങ്ങളെല്ലാം വിലയിരുത്തും. ദെൻ അവരൊക്കെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഇച്ചിരി കൂടി മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനൊക്കെ പ്രൊമോട്ട് ചെയ്യും അല്ലെ? പ്രൊമോഷനൊക്കെ നൽകി അവർക്ക് കുറച്ചും കൂടി മോട്ടിവേഷൻ നൽകും. അപ്പൊ അവര് മാക്സിമം അവരുടെ റിസൾട്ട് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ഒരു സംതൃപ്തിയോട് കൂടിയിട്ട് ജോലി ചെയ്യാനൊക്കെയുള്ള അവസരങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും HR മാനേജ്മെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോകാം. ഓക്കെ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, നോക്കാം. എക്സിറ്റ് ഇന്റർവ്യൂ എന്താണ്? HRM takes exit interviews when an employee quit his job. അതായത് നമ്മളിപ്പോ എന്താണ്, ജോലി ഉപേക്ഷിക്കുകയാണെങ്കിൽ അല്ലെ, അത് വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ എന്താണ്, വീണ്ടും ഇന്റർവ്യൂസ് നടത്തും. HRM takes exit interviews when an employee quit his job. അദ്ദേഹം ആ ജോലി വിട്ടുപോകുമ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെ വിട്ടുപോകുന്നത്, ഇവിടെ സാറ്റിസ്ഫൈഡ് ആവാഞ്ഞിട്ടാണോ അല്ലെ, അതും അറിയാനായിട്ട് ശ്രമിക്കും. കാരണം
നമ്മുടെ കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഫേമിൽ നിന്ന് എല്ലാ തൊഴിലാളികളും വിട്ടുപോകാനായിട്ട് ഇതൊരു ഇതാണ് എങ്കിൽ അതെന്താണെന്ന് പരിഹരിക്കണം അല്ലെ. അതുകൊണ്ട് തന്നെ ആ വിട്ടുപോകുന്ന വ്യക്തികളെയും കൂടി ആ ജോബിൽ നിന്ന് വിട്ടുപോകുന്ന വ്യക്തികളെയും ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് എന്താണ് അല്ലെ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുന്നതും ആരാണ്? HR മാനേജ്മെന്റ് തന്നെയാണ്. എക്സിറ്റ് ഇന്റർവ്യൂ. Okay, HR takes exit interviews when an employee quit his job. Then next നോക്കുകയാണെങ്കിൽ collect various suggestions. എന്താണ് various suggestions എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളെ കുറിച്ചിട്ടും അല്ലെ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങളെല്ലാം കളക്ട് ചെയ്യണം. HR tries to collect various suggestions from the employees. നമുക്കറിയാം നമ്മൾ നേരത്തെ കണ്ടു അല്ലെ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് HR ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. HR ഡിപ്പാർട്ട്മെന്റ് ആണ് നല്ല കമ്മ്യൂണിക്കേഷൻ മാനേജ്മെന്റ് ആയിട്ട് നടത്തുന്നത്. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടാണ് സ്ട്രാറ്റജീസ് ഒക്കെ മെയിൻ അല്ലെ അത് നടപ്പാക്കുന്നത്. തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നമുക്കറിയാം ഇങ്ങനെ നടത്തണമെങ്കിൽ ആ ഒരു ആശയവിനിമയം നടത്തുന്നതിന് മുമ്പ് തന്നെ എംപ്ലോയീസ് ആയിട്ട് അവരെന്താണ് ഡിസ്കസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളൊക്കെ പങ്കുവയ്ക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഡിസ്കസ് ചെയ്ത് അവരിൽ നിന്ന് ചോദിച്ചറിയും. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് മാനേജ്മെന്റ് ആയിട്ട് പങ്കുവെച്ചിട്ട് പുതിയ പുതിയ സ്ട്രാറ്റജീസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ കളക്ട് വേരിയസ് സജഷൻസ്. അപ്പം മറ്റു നിർദ്ദേശങ്ങൾ എംപ്ലോയിൽ നിന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം കളക്ട് ചെയ്യുന്നതും അത് തന്നെയാണ് HR മാനേജ്മെന്റ് ആണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ helps the organization's top management to implement various techniques. Okay, നമ്മൾ നേരത്തെ പറഞ്ഞു മാനേജ്മെന്റ് ആയിട്ട് അല്ലെ അവരുടെ സഹായത്തോട് കൂടിയിട്ടാണ്. തീർച്ചയായിട്ടും HR മാനേജ്മെന്റ് അവിടെ ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ നടപ്പാക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും. വിത്ത് പെർമിഷൻ ഉണ്ടെങ്കിലാണ് അവർക്ക് അത് നടപ്പാക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ അല്ലെ. അവരുടെ ടോപ്പ് മാനേജ്മെന്റിനെ അവർ അംഗീകരിക്കണം. അവരിൽ നിന്ന് കിട്ടുന്ന പെർമിഷന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പോളിസി ആണെങ്കിലും എല്ലാം തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നടപ്പാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. HR management helps the organization top management in the implementing various techniques to help the organization to go ahead. Okay, അപ്പൊ എന്താണ് അവിടെ നമുക്കറിയാം ഏതൊരു മാനേജ്മെന്റ് ആയിരിക്കും അവിടുത്തെ കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നത് അല്ലെ. എന്തെങ്കിലും പോളിസി ആണെങ്കിലും പ്രൊസീജിയേഴ്സ് ആണെങ്കിലും നിയമ നടപടിക്രമങ്ങളെല്ലാം രൂപകൽപ്പന ചെയ്യുന്നതും അല്ലെങ്കിൽ നടപ്പാക്കുന്നതും എല്ലാം തന്നെ ആര് തന്നെയായിരിക്കും? അവിടുത്തെ മാനേജ്മെന്റ് ആയിരിക്കും. തീർച്ചയായിട്ടും ഇത് നടപ്പാക്കുന്നതിന് മുമ്പ് അല്ലെ അത് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് അത് അതിനാവശ്യമായിട്ടുള്ള ഹെൽപ്പ് സഹായങ്ങളെല്ലാം നടപ്പാക്കി കൊടുക്കുന്നത് ആരായിരിക്കും? HR മാനേജ്മെന്റ് ആയിരിക്കും. അപ്പൊ അവിടെ എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം രൂപകൽപ്പന ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഹെൽപ്പുകൾ പ്രദാനം ചെയ്യുന്നത് ആരായിരിക്കും? HR മാനേജ്മെന്റ് ആയിരിക്കും. കേളേ കേണോ? നെക്സ്റ്റിലേക്ക് പോകാം. അറേഞ്ച് വേരിയസ് വർക്ക്ഷോപ്സ്. എന്താണ് arrange various workshops? HRM can arrange various workshops to increase the knowledge of the employees. എന്നാണ് പ്രധാനമായിട്ടും പറയുന്നത്. ക്രമീകരിക്കുന്നു അല്ലെ അവരുടെ ഉള്ള പ്രവർത്തനങ്ങൾ. HRM can arrange various workshops to increase the knowledge of the employees. അപ്പൊ അവരുടെ എംപ്ലോയീസിന്റെ നോളജുകൾ അത് ക്രമീകരിക്കുന്നതുമായി തന്നെയാണ്. നല്ല നല്ല തീരുമാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നടപ്പാക്കാനായിട്ട് മാനേജ്മെന്റിനെ അറിയിക്കും. അപ്പൊ അത് നടപ്പാക്കി പ്രാക്ടിക്കലി അത് നടപ്പാക്കാനായിട്ട് മാനേജ്മെന്റിൽ നിന്നും അധികാരം കിട്ടുമ്പോഴാണ് അവരത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അറേഞ്ച് വേരിയസ് വർക്ക്ഷോപ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതും ആര് തന്നെയാണ്? HR മാനേജ്മെന്റ് ആണ്. HR മാനേജ്മെന്റ് ക്യാൻ അറേഞ്ച് വേരിയസ് വർക്ക്ഷോപ്സ് ടു ഇൻക്രീസ് ദ നോളജ് ഓഫ് എംപ്ലോയീസ്. അപ്പൊ ഇങ്ങനെ വേരിയസ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള അല്ലെ വേരിയസ് വർക്ക്ഷോപ്സുകളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് ഈ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അവരുടെ നോളജ് അല്ലെ അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ എന്താണ് അവരുടെ നോളജ് ഒക്കെ വികസിപ്പിച്ച് കൊണ്ടുവരാൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അറേഞ്ച് മീറ്റിംഗ്സ്. അറേഞ്ച് മീറ്റിംഗ്സും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. HRM arranges various meetings and seminars to discuss the problems that the employees face in the organization. അപ്പൊ എംപ്ലോയീസിന്റെ ഇടയിൽ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്ന ഒരു ഇടനിലക്കാരനാണ് ആക്ച്വലി HRM ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അപ്പൊ അവിടെ മീറ്റിംഗ്സുകളൊക്കെ സെമിനാറുകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രോബ്ലംസിനൊക്കെ ഡിസ്കസ് അല്ലെ അവരുടെയൊക്കെ തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് ഇടനിലക്കാരനായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് അതൊക്കെ ഡിസ്കസ് ചെയ്യും. എന്തെങ്കിലും മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ
അവർക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിക്കാനായിട്ട് ശ്രമിക്കും. ഇൻ കേസ് അല്ലാത്തതാണെങ്കിൽ മാനേജ്മെന്റിനെ അറിയിച്ച് മാനേജ്മെന്റിന്റെ നടപടിക്രമങ്ങൾ പാലിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യും. ഓക്കെ, അപ്പം അറേഞ്ച് മീറ്റിംഗ്സ്, ഇത്തരത്തിലുള്ള മീറ്റിംഗ്സുകൾ അല്ലെങ്കിൽ സെമിനാറുകളൊക്കെ അറേഞ്ച് ചെയ്തത് ആരാണ്? ഓക്കെ, HR. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് നോക്കാം. ടേക്ക് വേരിയസ് പ്രിക്കോഷൻസ്. ടേക്ക് വേരിയസ് പ്രിക്കോഷൻസ്. എന്താണ് വേരിയസ് പ്രിക്കോഷൻസ് നോക്കാം. HR ടേക്സ് വേരിയസ് പ്രിക്കോഷൻസ് ഓക്കെ ടു പ്രിവെന്റ് നെഗ്ലിജന്റ് ഹയറിംഗ്. അതായത് എന്തെങ്കിലും അശ്രദ്ധമായിട്ടുള്ള നിയമനങ്ങൾ ഉണ്ടെങ്കിൽ HR takes various precautions to prevent negligent hiring. അപ്പോ മുൻകരുതൽ എടുത്തിട്ട് തന്നെയായിരിക്കും അവര് ആപ്ലിക്കേഷൻസ് ഒക്കെ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ഹയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. എന്തെങ്കിലും അശ്രദ്ധമായിട്ടുള്ള നിയമനങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ അത് തടയാനായിട്ട് അല്ലെ, എന്തെങ്കിലും നിയമനം വരാൻ ചാൻസ് ഉണ്ടെങ്കിലൊക്കെ അത് മുൻകരുതലോട് കൂടി തന്നെ വീക്ഷിക്കും അല്ലെ. നമ്മുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർ അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഉണ്ടോ അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള നോളജ് ഉണ്ടോ അതിനെ കുറിച്ചിട്ടൊക്കെ നന്നായിട്ട് തന്നെ വിശകലനം ചെയ്തിട്ട് എന്തെങ്കിലും അശ്രദ്ധ അല്ലെ എന്തെങ്കിലും അശ്രദ്ധമായിട്ടുള്ള നിയമനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ മുൻകൂട്ടി അല്ലെ പ്രിക്കോഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നത് ആര് തന്നെയാണ്? HR മാനേജ്മെന്റ് തന്നെയാണ്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ, അയച്ചോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ് ഗീവ്സ് ജോബ് സ്പെസിഫിക്കേഷൻ ഓഫ് എംപ്ലോയി. ഓക്കെ, സ്പെസിഫിക്കേഷൻ ഓഫ് എംപ്ലോയീസ് എന്താ പറയുന്നത്? HR gives the job specification of every employees and the requirements that an employees to do it. അപ്പൊ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അല്ലെ, എന്തെങ്കിലും ആവശ്യകതയുണ്ടെങ്കിൽ എന്തെങ്കിലും ജോബിന്റെ ഒരു സ്പെസിഫിക്കേഷൻ എല്ലാ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ ഓർഗനൈസേഷനിലുള്ള എല്ലാ തരത്തിലുള്ള ജോലികളും ഇപ്പൊ നമുക്കറിയാം. ഒരു ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ അവിടെ ടെക്നിക്കൽ സ്റ്റാഫുകളുണ്ട്, എന്താ ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സുമാരുണ്ട്, ക്ലിനിക്കൽ സ്റ്റാഫുകളുണ്ട് അല്ലെ, പലതരത്തിലുള്ള വ്യത്യസ്ത ജീവനക്കാരുണ്ട് ഇല്ലേ ജീവനക്കാരില്ലേ ഒരു സ്ഥാപനമാകുമ്പോഴുണ്ട് അല്ലെ. അപ്പൊ പക്ഷെ ഓരോരുത്തരുടെയും ആവശ്യം വ്യത്യസ്തമാണ് അല്ലെ, ഓരോരുത്തർക്കും ആവശ്യകത വ്യത്യസ്തമാണ്. ചിലർക്ക് എന്തെങ്കിലും ടൈം ഷെഡ്യൂളിങ്ങിനായിരിക്കും കറക്ഷൻ വേണ്ടി വരിക അല്ലെ, അവരുടെ ഷിഫ്റ്റും കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും പ്രോബ്ലംസ് വരുന്നത്. ചിലർക്ക് എന്താണ് ടെക്നിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പുതിയ മെഷീൻസ് ഒക്കെ സ്ഥാപിക്കുമ്പോൾ അതിന്റെ നോളജ് ഇല്ലാത്തതായിരിക്കാം പ്രശ്നം. ചിലർക്ക് എന്താണ് ഡ്യൂട്ടി അല്ലെ ഓവറായിട്ട് ഓവർലോഡ് ഡ്യൂട്ടി കിട്ടുന്നതായിരിക്കും പ്രശ്നം. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ. വ്യത്യസ്ത ജോലികൾ തന്നെ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാവുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളും അതിനെ സംബന്ധിച്ച് ഡിപ്പെൻഡബിൾ ആയിട്ട് ഉണ്ടാവും അല്ലെ. അപ്പൊ സ്പെസിഫിക്കേഷൻ ഓഫ് എവറി എംപ്ലോയീസ് അല്ലെ, അവരുടെ ഓരോ എംപ്ലോയീസിന്റെയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന്റെ ആവശ്യകതകൾ അല്ലെ, റിക്വയർമെന്റ്സ് ദാറ്റ് ആൻ എംപ്ലോയീസ് നീഡ് ടു ഡു ഇറ്റ്. അവർക്ക് എന്താണ് ആവശ്യം, ഓരോ മേഖലകളിലുള്ള വ്യക്തികൾക്കും എന്താണ് ആവശ്യം, അവിടെയുള്ള തൊഴിലാളികൾക്ക് എന്താണ് ആവശ്യം, അതിനെ കൈകാര്യം ചെയ്യാനായിട്ടാണ് പ്രവർത്തിക്കുന്നതും ആര് തന്നെയാണ്? HR മാനേജ്മെന്റ് ആണ്. ഗീവ്സ് ജോബ് സ്പെസിഫിക്കേഷൻ ഓഫ് എംപ്ലോയീസ്. അപ്പൊ അവരതനുസരിച്ചിട്ടായിരിക്കും അവർക്ക് ആവശ്യമായിട്ട് ചിലർക്ക് ട്രേഡിംഗ് ആയിരിക്കും, ചിലർക്ക് എന്താണ് എന്തെങ്കിലും ഡ്യൂട്ടിയിലെ അല്ലെ ഓവർ ഡ്യൂട്ടി ആണെങ്കിൽ അതൊന്ന് റെഡ്യൂസ് ചെയ്യാനായിരിക്കും, ചിലർക്ക് ടൈം വേരിയേഷൻ ആയിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും. അതെല്ലാം സജഷൻസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കേണ്ടത് ഈ ഡിപ്പാർട്ട്മെന്റ് ആണ്. രണ്ടാമത്തെ ജോബ് എൻറിച്ച്മെന്റ്. എന്താണ് ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്? സമ്പുഷ്ടീകരിക്കുക അല്ലെ. HR does the various job enrichment, job rotation, job enlargement and motivates the employees. അതായത് പലതരത്തിലല്ലേ അവിടെയുള്ള വർക്കേഴ്സിനെ തൃപ്തിപ്പെടുത്തണം. ചിലർക്ക് എന്താണ് ജോലി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തുറന്നുകൊണ്ട് പോകാനായിട്ട് താല്പര്യമില്ലാത്തതായിരിക്കും
ചിലർക്ക് എന്താണ് അതില് കുറച്ചും കൂടി അല്ലെ ഒരു വിപുലീകരണം അല്ലെ ഇത്തിരി കൂടി എംപ്ലോയീസിന്റെ ഹയർ കുറച്ചും കൂടി പോസ്റ്റ് കൂട്ടി കിട്ടാനായിരിക്കും. ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള വർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് അല്ലെ എൻലാർജ്മെന്റ് എന്ന് പറയുമ്പോൾ അവർക്ക് സ്വമേധയാ അവർക്ക് ഏറ്റെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അത് ടോപ്പ് ലെവലിലെ ജീവനക്കാരെ കൂടി ഉൾപ്പെടുത്തി കൈകാര്യം ചെയ്യാനായിട്ട് അല്ലെ അവർക്കും കൂടി വ്യാപിച്ചു കൊടുക്കാനായിരിക്കും അവർക്ക് താല്പര്യം അല്ലെ. അവർക്ക് അത് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് കൂടിയിട്ട് അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ എന്താണ് എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തി റിസ്ക് ആയിട്ടുള്ള ഈ എന്താണ് പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടത്തിലെ ചലഞ്ചസ് ഫേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് നേരിടാനായിട്ട് സാധിക്കില്ല. കുറച്ചും കൂടി പേരുടെ സപ്പോർട്ട് ആവശ്യമായിട്ട് വരും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം മനസ്സിലാക്കി എടുക്കേണ്ടത് ആരാണ്? നമ്മുടെ എന്താണ് HRM ഡിപ്പാർട്ട്മെന്റ് ആണ്. അതനുസരിച്ചിട്ട് അവർക്ക് ക്രമീകരിച്ചു കൊടുക്കേണ്ടതും ആര് തന്നെയാണ്? HRM ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ. അപ്പൊ ജോബ് റോട്ട് ചില ജോലികളൊക്കെ എപ്പോഴും എന്താണ് ചെയ്ത് ഭയങ്കര അല്ലെ ചെയ്ത് ബോറടിക്കുന്നുണ്ടാവും അമ്മ. അപ്പൊ അവർക്ക് മാറ്റിയെടുക്കാനായിട്ട് താല്പര്യം ഉണ്ടാവും. ചില ജോലികൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിച്ചു വരുമ്പോൾ അത് പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. ചിലരുടെ ഹെൽപ്പ് ആവശ്യമായിട്ട് വരും. അല്ലെങ്കിൽ എന്താണ് ചിലർക്ക് ഗ്രേഡ് അല്ലെ അവരുടെ ഗ്രേഡ് ഒക്കെ ഒന്ന് കൂട്ടിക്കൊടുക്കണമെന്നുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും. അതിന് അല്ലെ അത്തരത്തിലുള്ള ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് അതിൽ സാറ്റിസ്ഫൈഡ് ആവാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടാവും. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യേണ്ടതും HR മാനേജ്മെന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ ഈ പോയിന്റ്? ഓക്കെ. ഇപ്പൊ അവിടെ ജോബ് എൻറിച്ച്മെന്റ് ആണെങ്കിലും ജോബ് റൊട്ടേഷൻ ആണെങ്കിലും എൻലാർജ്മെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും മോട്ടിവേഷൻ അല്ലെ അതിന്റെ മോട്ടിവേറ്റ് ചെയ്ത എംപ്ലോയീസ് എന്തെങ്കിലും മോട്ടിവേഷൻ ഒക്കെ കൊടുക്കാനായിട്ട് എല്ലാവർക്കും ഇച്ചിരി കൂടി സംതൃപ്തി കിട്ടുന്ന തരത്തിലുള്ള എന്തെങ്കിലും അല്ലെ ചിലപ്പോൾ ഒരു ടൂർ പാക്കേജസ് ഒക്കെ അല്ലെ ഒരു ഇയർ എൻഡിങ്ങിലൊക്കെ കൊടുത്ത് അവർക്ക് തൃപ്തി കൊടുക്കാനായിട്ട് അല്ലെ അവരൊരു സാറ്റിസ്ഫൈഡ് ആക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെയാണോ കൊടുക്കാൻ പറ്റുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നതും ആര് തന്നെയാണ്? നമ്മുടെ HR മാനേജ്മെന്റ്. Then does job enrichment, okay. Does job enrichment, HR does various job enrichment, അത് നമ്മൾ പറഞ്ഞു. Then next പറയുന്ന develop the relationship between labor and management. എന്താണ് അവിടെ റിലേഷൻഷിപ്പ് ബന്ധം അല്ലെ അവിടെ നല്ല ബന്ധം സ്ഥാപിക്കാനായിട്ട് അതിനുള്ള ഒരു വികസനം നടപ്പാക്കുന്നതും HR മാനേജ്മെന്റ് ആണ്. HR മാനേജ്മെന്റ് gives support to develop and maintain cordial relationship between labor and management. അതായത് നമുക്ക് അറിയാം ഏതൊരു സ്ഥാപനമാണെങ്കിലും അവിടെ എംപ്ലോയറും എംപ്ലോയിയും മാത്രമല്ല എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറെ ഘടകങ്ങൾ കൂടി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും അല്ലെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഫോളോ ചെയ്ത് പോകേണ്ടതുണ്ട്. അതിലിപ്പോ വല്ല ലേബർ യൂണിയനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് സൗഹൃദമായിട്ട് തന്നെ ബന്ധം സ്ഥാപിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെ. അവിടെയുള്ള എംപ്ലോയീസിനെയൊക്കെ ലേബർ യൂണിയനൊക്കെ കൂട്ടുപിടിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് കൊണ്ടുവന്ന അല്ലെ എന്തെങ്കിലുമൊക്കെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാലും ആ സ്ഥാപനത്തിന് ലക്ഷ്യം നല്ല രീതിയിൽ അല്ലെ സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരായിട്ടും നല്ലൊരു ബന്ധം സ്ഥാപിക്കാനായിട്ടും ശ്രമിക്കേണ്ടതും ആര് തന്നെയാണ്? HR മാനേജ്മെന്റ് ആണ്. ഓക്കെ, അവരെ കൂടി തൃപ്തിപ്പെടുത്തിയല്ലേ അവരെ ട്രേഡ് യൂണിയനുകൾ എന്തെങ്കിലുമൊക്കെ ആശയങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അതൊക്കെ ഒന്ന് പരിഹരിക്കാൻ അല്ലെ പ്രശ്ന പരിഹാരങ്ങളൊക്കെ എന്തെങ്കിലും മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് തന്നെ അത് പറഞ്ഞൊതുക്കി തീർക്കാനൊക്കെ ആയിട്ടുള്ള ഒരു നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കാനായിട്ട് പരിശ്രമിക്കേണ്ടതും ആര് തന്നെയാണ്? HR മാനേജ്മെന്റ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് HR മാനേജ്മെന്റ് gives support to develop and maintain the cordial relationship between labor and management. തൊഴിൽ സംഘടനകൾ എന്തെങ്കിലും കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾക്ക് മാനേജ്മെന്റിന്റെ ഇടയിൽ അല്ലെ അത് അവതരിപ്പിച്ച് മാനേജ്മെന്റിൽ നിന്നും അല്ലെ ഒരാളെ നടക്കാനായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ അത് വലിയ തർക്കങ്ങളിലേക്കൊന്നും നീണ്ടുപോകാതെ പരിഹരിച്ചു കൊണ്ടുപോകുന്നത് HR ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെയാണോ? ഓക്കെയാണോ? ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. ഏതെങ്കിലും പോയിന്റുകളോ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ.
ഓക്കെയാണോ? നമ്മള് ആർക്കും ഒരു ഡൗട്ട് ഒന്നുകൂടി ചെറിയ ഷോർട്ടിൽ ഈ ഒരു മോഡലുകളെല്ലാം പറയണമെന്ന് പറഞ്ഞു. നമ്മള് 2 മോഡല് ഗസ്റ്റ് മോഡലും വോർവിക് മോഡലും ഒക്കെ അല്ലേ, അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഉള്ള 2 മോഡലും കൂടി ഒന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞാൽ പോരെ? അത് ഒരുപാട് നമ്മൾ ഇച്ചിരി വൈഡായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെയാണോ? ഡൗട്ട് ചോദിച്ച് അവർക്കൊന്ന് നമുക്ക് ഇന്ന് തന്നെ ക്ലാസ്സിലൊന്ന് കംപ്ലീറ്റ് ചെയ്ത് പോയേക്കാം എന്ന് ഓർത്തിട്ടാണ്. ഫങ്ഷൻസ് എന്തായാലും നമുക്ക് എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്തായാലും തീരില്ല, അറേഞ്ച്മെന്റ് ഉള്ളൂ. അപ്പൊ അതിനുള്ളില് ഒരു 4 മോഡലില് 2 മോഡലും ഒക്കെയാണ്. നെക്സ്റ്റ് ഈ പറഞ്ഞ 2 മോഡലും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ബ്രീഫായിട്ട് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് ആദ്യത്തെ മോഡലാണ്. അതിൽ പറയുന്നത് 4 functions are selection, appraisal, development and rewards അല്ലെ. 4 കാര്യങ്ങൾ അത് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്തു പോവാൻ. These 4 constituent components of HRM and are expected to contribute to organization effectiveness. അതായത് നല്ല ഫലപ്രാപ്തിയോട് കൂടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് ഈ 4 കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള വർക്കേഴ്സ് അവരുടെ മാക്സിമം എഫിഷ്യന്റോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനും അങ്ങനെ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തില്. അദ്ദേഹം പറയുന്നത് ഒരു വ്യക്തിയെ നിയമിക്കുമ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യാം. വിലയിരുത്തുമ്പോഴും ഡെവലപ്മെന്റ് ആൻഡ് റിവാർഡ്സ് അല്ലെ, അവരുടെ ട്രെയിനിങ്ങും അല്ലെങ്കിൽ സ്കില്ലും അല്ലെങ്കിൽ അവരുടെ നോളജ് ഒക്കെ വികസിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പാക്കേജുകളൊക്കെ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ മാക്സിമം അവരുടെ റിസൾട്ടുകൾ നേടിയെടുക്കാൻ അല്ലെങ്കിൽ മാക്സിമം അവരുടെ വർക്ക് എഫിഷ്യന്റോട് കൂടിയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല അവർക്ക് റിവാർഡ്സുകൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മോട്ടിവേറ്റീവ് ആയിട്ട് തന്നെ അവർ വർക്ക് ചെയ്യും. അങ്ങനെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് അങ്ങനെ HRM ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ, ഇവരുടെ വീക്ഷണത്തിൽ. ഓക്കെ, ഈ മോഡൽ ഒക്കെയാണോ? ജസ്റ്റ് മനസ്സിലായോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇച്ചിരി വൈഡായിട്ട് വിവരിച്ചതാണ്. ഓക്കെ, നെക്സ്റ്റ് കൺസെപ്റ്റിൽ എന്താണ് ഹവാർഡ് മോഡലിലെ അദ്ദേഹം എന്താണ് ആരുടെ ഇതിലാണ് അത് ഡെവലപ്പ് ചെയ്തു വരുന്നത്? മിഖായൽ പിയർ അല്ലെ, അദ്ദേഹത്തിന്റെ ലീഡർ മിഖായൽ പിയർ ആണ്. അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പോട് കൂടിയിട്ടാണ് ഹാർവാർഡ് മോഡല് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിൽ പറയുന്ന കമ്പോണൻസ് എന്ന് പറയുന്ന ഒരു 5 കമ്പോണൻസ് ആണ്. നേരത്തെ പറഞ്ഞ 4 കമ്പോണൻസിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് ഒരു 5 കമ്പോണൻസ് ആണ് ഇവിടെ പറയുന്നത്. അതിൽ പറയുന്നത് സിറ്റുവേഷൻ ഫാക്ടേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇൻട്രസ്റ്റ്, HRM പോളിസീസ്, HRM ഔട്ട്കംസ് ആൻഡ് ലോങ് ടേം കോൺസിക്വൻസ് അല്ലെ. അതാണ് ഒരു ഓർഗനൈസേഷനിൽ എന്താണ് ലക്ഷ്യം നേടിയെടുക്കാൻ, ഒരു ലക്ഷ്യം അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് നയിക്കുന്നത്. അല്ലെ, നമ്മൾ പറഞ്ഞു സിറ്റുവേഷൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു. അപ്പൊ അതിലെന്താണ് ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടും കുറച്ചുള്ള ഫാക്ടേഴ്സുകളൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്റേണൽ ആയിട്ട് അവിടെയുള്ള എംപ്ലോയീസിന്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറെ അല്ലെ ഗവൺമെന്റ് പോളിസി അങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സുകളൊക്കെ ഉണ്ട്. അവിടെയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ എംപ്ലോയീസ് ഉണ്ട്, എംപ്ലോയർ ഉണ്ട്, പിന്നെ എന്താണ് യൂണിയനുകളുണ്ട്, അതേമാതിരി തന്നെ അല്ലെ ആ ഒരു പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ പോവുകയാണെങ്കിൽ അവരെയൊക്കെ തൃപ്തിപ്പെടുത്തി കൊടുക്കണം അല്ലെ. അവർക്കെല്ലാം ഒരു ഓർഗനൈസേഷനും എന്താണ് ഒരു പ്രോഫിറ്റബിൾ ആവണമെന്നുള്ള ലക്ഷ്യമില്ലാതെ പ്രവർത്തിക്കില്ല അല്ലെ. ഏതൊരു സ്ഥാപകരും എന്താണ് അവർക്ക് ഒരു നിശ്ചിത പ്രോഫിറ്റ് വേണമെന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത് അല്ലേ. അപ്പൊ അവിടെ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കണം അല്ലെ. അവിടെ എംപ്ലോയേഴ്സിനും സാറ്റിസ്ഫൈ ചെയ്യണം, അതേമാതിരി അതായത് മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ആ മാനേജ്മെന്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, എംപ്ലോയീസ് അവിടെയുള്ള വർക്കേഴ്സ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, യൂണിയനോ കമ്മ്യൂണിറ്റിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരൊക്കെ അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചു പോകണം അല്ലെ. അവരെല്ലാം സംതൃപ്തരായിട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ സ്ട്രാറ്റജീസുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഇവരെ എല്ലാം കൺസിഡർ ചെയ്യണം അല്ലോ. ഒരിക്കലും ആ എംപ്ലോയറുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എംപ്ലോയറുടെ ലക്ഷ്യം മാത്രമല്ല അവിടെ നോക്കിയിട്ട് സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എംപ്ലോയിയുടെ ആവശ്യങ്ങൾ മാത്രം പരിഗണിച്ചിട്ട് സ്ട്രാറ്റജീസ് കൊണ്ടുവരാൻ പാടില്ല. അവിടെയുള്ള കമ്മ്യൂണിറ്റി അല്ലെ എല്ലാത്തിനെയും കൂടി പരിഗണിച്ചിട്ട് തന്നെയായിരിക്കണം എന്തെങ്കിലും സ്ട്രാറ്റജീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. HRM പോളിസീസ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പോളിസികൾ നയങ്ങളുണ്ടാവും അല്ലെ. ഈ നയങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞ സ്ട്രാറ്റജീസിനെ സപ്പോർട്ട് ചെയ്യുന്ന നയങ്ങളായിരിക്കണം. അതല്ലാതെ ഒരുപാട് നയങ്ങൾ അങ്ങനെ രൂപീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും എല്ലാവരും ഫോളോ ചെയ്യണമെന്നില്ല. ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജീസിനെ ബേസ് ചെയ്തിട്ടുള്ള നയങ്ങളായിരിക്കണം അവിടെ രൂപീകരിക്കേണ്ടത്. HRM ഔട്ട്കംസ് നമുക്കറിയാം
പൊതുവെ അല്ലെ ഈ ഔട്ട്കംസ് എന്ന് പറയുമ്പോൾ നോളജും സ്കില്ലും ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അതിനും കൂടി ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അല്ലെ. ഈ പറഞ്ഞ പോലെ സ്ട്രാറ്റജീസും പോളിസികളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടിയും അവിടെയുള്ള എംപ്ലോയീസിന്റെ സ്കില്ലും നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്തണം അല്ലെ. അവിടെ ഔട്ട്കംസും കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയായിരിക്കണം ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അങ്ങനെ എന്താണ് ഫ്യൂച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ആശയങ്ങൾ നമ്മൾ രൂപപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് HR മാനേജ്മെന്റ് അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും, ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ അവിടെ പ്രധാനമായിട്ടും 5 കമ്പോണൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ചെറിയൊരു ഐഡിയ കിട്ടിയില്ലേ 4 മോഡലിനെ കുറിച്ചിട്ട്? ഓക്കെ, നമ്മള് വേറൊരു മോഡല് ഇന്ന് നമ്മൾ 2 മോഡലും കൂടി പഠിച്ചു, ഗസ്റ്റ് മോഡലും ദെൻ ബാർബിക്യൂ മോഡൽ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും ഓക്കെ താങ്ക് യു. അപ്പോ എല്ലാവരും നെക്സ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് വായിച്ചൊക്കെ പോരുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഫങ്ഷൻസ് എടുക്കാം. എന്തെങ്കിലും വായിക്കുമ്പോൾ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. ഓക്കെ താങ്ക് യു. അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സ്പീഡ് കൂടുതലോ മനസ്സിലാവായികയോ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ താങ്ക് യു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ.